ടെക്നിക്കലി നോക്കൂ. ടെക്നിക്കലി ഞാൻ എളുപ്പമാർഗത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഉള്ള ഇൻഡിക്കേറ്റർ അല്ല. എനിക്ക് പെട്ടെന്ന് നോക്കി എവിടെയൊക്കെ വീക്ക്നെസ് ഉണ്ട്, എപ്പോഴാണ് വീക്കാവുന്നത്, ബയ്യേഴ്സ് എവിടെ വീക്കാവുന്നു, എവിടെ സ്ട്രോങ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കേട്ടോ. നോക്കൂ, സ്ട്രെങ്ത് എവിടെ വീക്കാവുന്നു, എവിടെ ഹൈ ആകുന്നു നോക്കൂ. ഇവിടെ ബയ്യേഴ്സ്, വെരി സ്ട്രോങ് ബയ്യേഴ്സ് ഇവിടെ കണ്ടു. അതിനുശേഷം മാർക്കറ്റ് ഇതുവരെ വന്നു. ഇവിടെ അപ്പോഴേക്കും വീക്ക്നെസ് കണ്ടു. വീക്ക്നെസ് അവർ അപ്പോഴേക്കും മാർക്കറ്റ് താഴ്പോട്ടേക്ക് വന്നു. ഇവിടെ വീണ്ടും എന്താ പറയുക, മോഡറേറ്റ് സ്ട്രെങ്ത് വന്നു, മോഡറേറ്റ്ലി ഹൈ പോയി. വീണ്ടും മോഡറേറ്റ് വീക്ക്നെസ് വന്നു, മോഡറേറ്റ്ലി ലോ വന്നു. വീണ്ടും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വീക്ക്നെസ്, മോഡറേറ്റ് അല്ല ശരിക്കും പറഞ്ഞു, ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. കണ്ടോ, കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പം അവർ ഇവിടെ വീക്കായിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മാർക്ക് ഇപ്പോഴും ആ വീക്ക്നെസ് തുടരുന്നു എന്നർത്ഥം. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം, ഇനി ഇവിടെ നിന്ന് സ്ട്രെങ്ത് വരാം. ഇവിടെ നിന്ന് ഒരു വീക്ക്നെസ് ഉണ്ടായി. അത് വീക്ക്നെസ് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ടെക്നിക്കലി മൂവിങ് ആവറേജസ്, മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാത്തിൻ്റെയും കൂടി ആകെ തുകയാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇതുപോലുള്ള ഇൻഡിക്കേഷൻസും സിമ്പിൾസും ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. സോ അപ്പോൾ അതിനെ ഒരുപാട് കുറച്ചും കസ്റ്റമൈസേഷൻസ് ഒക്കെ നോക്കി വച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. സോ ഈ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഡൗൺ വരുന്നുണ്ട്. സോ അത് എന്താണ് ഇവിടുത്തെ ഈ എന്തുകൊണ്ട് ഡൗൺ വന്നു ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ RSI നോക്കൂ, നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ ഈ വലിയ ക്യാൻഡിൽ, അതായത് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം ഈ രണ്ട് ക്യാൻഡിൽ നിങ്ങൾ ഇവിടെ കാണരുത്. ജസ്റ്റ് ഒമിറ്റ് ദീസ് ടു ക്യാൻഡിൽസ്. ഇത് നിങ്ങൾ കാണുന്നതിന് മുന്നേ ഇതാ നോക്കും. ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ വല്ലതും കാണുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങോട്ടേക്ക് ഇത് ഈ പോയിന്റിൽ എത്തിയപ്പോൾ RSI എത്രയായിരുന്നു? 68 ഓൾ ടൈം ഹൈ ഇവിടെ എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നപ്പോൾ ഈ ഹൈയെക്കാളും കുറച്ചും കൂടി അടുത്ത ഹൈ മേളിലേക്ക് പോയി. 23,026 എന്നുള്ള ഹൈ ടച്ച് ചെയ്തു. അപ്പോൾ RSI തലേ ദിവസത്തെ ക്യാൻഡിലിൽ 70 നിന്നും 67 RSI കുറഞ്ഞു. അതായത് ഹൈ പോയി, പ്രീവിയസ് ഡേയെക്കാളും ഹൈ പോയിട്ട് തിരിച്ച് താഴെ വന്നു. ഹൈ പോയപ്പോഴേക്കും സ്ട്രെങ്ത് അവിടെ കുറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അതിനടുത്ത ദിവസം വീണ്ടും ഹൈ പോയി. ഇതിനേക്കാളും ഹൈ പോയിട്ട് എത്രയാണ്? 23,110 പോയി. വീണ്ടും അറൗണ്ട് 180 പോയിന്റ്സ് മേളിലേക്ക് പോയി. പക്ഷെ അപ്പോഴും RSI നോക്കൂ, RSI വീണ്ടും കുറയുകയാണ് ചെയ്തത്. 66 തിരിച്ചു വന്നു. 67 തലേ ദിവസം, പിന്നെ അത് 66 വന്നു. 70 ഉണ്ടായിരുന്ന RSI അതിനുശേഷം വീണ്ടും പ്രൈസ് മേളിലേക്ക് പോയി. പക്ഷെ RSI എന്ന് പറഞ്ഞ സ്ട്രെങ്ത് താഴ്പോട്ടേക്ക് പോയി. അപ്പൊ താഴ്പോട്ടേക്ക് സ്ട്രെങ്ത് പോയപ്പോ പിന്നെ എന്താ സംഭവിച്ചത്? അപ്പൊ അതിനർത്ഥം എന്താണ്? വീക്ക്നെസ് നല്ല ഫോമായി. അപ്പൊ അതിനകത്ത് ബയ്യേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. ബയ്യേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ചെറിയ കറക്ഷൻ വരും. പാർട്ടിസിപ്പൻസിന്റെ കുറവാണ് കാണിക്കുന്നത്. ബയ്യേഴ്സ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ പാർട്ടിസിപ്പൻസ് മേളിലേക്ക് പോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എൻവറോൺമെന്റ് കാരണം അടുത്ത ക്യാൻഡിൽ നോക്കൂ. അപ്പൊ ഇത് വീക്ക്നെസ് വന്ന ഉടനെ ഇവിടെ അടുത്ത് വീക്ക്നെസ് ആയി. അടുത്ത വീണ്ടും നോക്കൂ, ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. ഇന്നത്തെ യഥാർത്ഥ ലെവലിലേക്ക് വന്ന് നിൽക്കുന്നു. ഇതാണ്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ ആയപ്പോ അതിപ്പോ എന്താ ഓക്കെ ഇപ്പൊ പറഞ്ഞുതരാം. അതായതാണ് ഡൈവർജൻസ് ഫോർ മെനി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഡൈവർജൻസ് ഫോർ മെനി ഇൻഡിക്കേറ്റേഴ്സ്. അത് ഒന്നിനെ സൂചിപ്പിക്കുന്നില്ല, അതിനെ എടുത്ത് പിന്നെ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കണം, എങ്കിലേ അത് കിട്ടത്തുള്ളൂ. ഡൈവർജൻസ് ഫോർ മെനി യൂസ് ആവുന്നെങ്കിൽ യൂസ് ആക്കിക്കോളൂ. ഡൈവർജൻസ് ഫോർ മെനി